ഭാഗങ്ങൾ ഹൃദയത്തിൽ ആരാധനയോടെ ഓർക്കുവാനായിട്ട് ശ്രമിക്കുക. ദൈവത്തിന്റെ ജൈത്രയാത്ര സങ്കീർത്തനങ്ങൾ 68-ാം അധ്യായം. ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അവിടുത്തെ ദേഷിക്കുന്നവർ അവിടുത്തെ മുൻപിൽ നിന്നും ഓടിപ്പോകട്ടെ. കാറ്റിൽ പുകയെന്ന പോലെ അവരെ തുരത്തണമേ, അഗ്നിയിൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടർ ദൈവസന്നിധിയിൽ നശിച്ചു പോകട്ടെ. നീതിമാന്മാർ സന്തോഷഭരിതരാകട്ടെ, ദൈവസന്നിധിയിൽ അവർ ഉല്ലസിക്കട്ടെ, അവർ ആനന്ദം കൊണ്ട് മതിമറക്കട്ടെ. ദൈവത്തിന്റെ സ്തുതി പാടുവിൻ, അവിടുത്തെ നാമത്തെ പ്രകീർത്തിക്കുവിൻ, മേഘങ്ങളിൽ സഞ്ചരിക്കുന്നവന് സ്തോത്രങ്ങൾ ആലപിക്കുവിൻ. കർത്താവെന്നാണ് അവിടുത്തെ നാമം, അവിടുത്തെ മുൻപിൽ ആനന്ദിക്കുവിൻ. ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവർക്ക് സംരക്ഷകനുമാണ്. അഗതികൾക്ക് വസിക്കാൻ ദൈവം ഇടം കൊടുക്കുന്നു. അവിടുന്ന് തടവുകാരെ മോചിപ്പിച്ച് ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ കലഹപ്രിയർ വരണ്ട ഭൂമിയിൽ പാർക്കുന്നു. ദൈവമേ, അങ്ങ് അങ്ങയുടെ ജനത്തിന് മുൻപിൽ നീങ്ങിയപ്പോൾ, മരുഭൂമിയിലൂടെ അങ്ങ് മുന്നേറിയപ്പോൾ ദൈവ സാന്നിധ്യത്താൽ ഭൂമി കുലുങ്ങുകയും ആകാശം മഴ ചെയ്യുകയും ചെയ്തു. സീനായി പോലും ഇസ്രായേലിന്റെ ദൈവമായ അവിടുത്തെ മുൻപിൽ കുലുങ്ങിപ്പോയി. ദൈവമേ, അങ്ങ് ധാരാളം മഴ പെയ്യിച്ചു. അങ്ങയുടെ വാടിത്തളർന്നിരുന്ന അവകാശത്തെ പൂർവ്വസ്ഥിതിയിലാക്കി. അങ്ങയുടെ അജഗണം അതിലൊരു വാസസ്ഥലം കണ്ടെത്തി. ദൈവമേ, അങ്ങയുടെ നന്മയാൽ ദരിദ്രർക്ക് ആവശ്യമായതെല്ലാം അങ്ങ് നൽകി. കർത്താവ് ആജ്ഞാപിക്കുന്നു, വലിയൊരു ഗണം ആ സദ്വാർത്ത വിളംബരം ചെയ്യുന്നു. സൈന്യങ്ങളുടെ രാജാക്കന്മാർ പിന്തിരിഞ്ഞോടുന്നു, പലായനം ചെയ്യുന്നു. വീട്ടിലുള്ള സ്ത്രീകൾ കവർച്ച വസ്തുക്കൾ പങ്കിടുന്നു. നിങ്ങൾ ആട്ടിൻ തൊട്ടിൽ ഒളിച്ചിരിക്കുകയാണോ? ഇതാ വെള്ളി കൊണ്ട് പൊതിഞ്ഞതും തിളങ്ങുന്ന പൊൻചിറകളുള്ളതുമായ പ്രാവിൻ രൂപങ്ങൾ. സർവശക്തൻ അവിടെ രാജാക്കന്മാരെ ചിതറിച്ചപ്പോൾ തൽമോലിൽ മഞ്ഞു പെയ്തു. ഭാഷാൻ എത്ര ഉത്തുകമായ പർവ്വതമാണ്! ഇതാ വെള്ളി അനേകം കൊടുമുടികളുള്ള പർവ്വതം, കൊടുമുടികൾ ഏറെയുള്ള പർവ്വതമേ, കർത്താവ് എന്നേക്കും വസിക്കാൻ തെരഞ്ഞെടുത്ത മലയെ നീ എന്തിന് അസൂയയോടെ വീക്ഷിക്കുന്നു? 1000 രഥവ്യൂഹങ്ങളോടെ കർത്താവ് സിനായിൽ നിന്നും തന്റെ വിശുദ്ധ സ്ഥലത്തേക്ക് വന്നു. അവിടുന്ന് ഉന്നതമായ ഗിരിയിലേക്ക് തടവുകാരെ നയിച്ചുകൊണ്ട് ആരോഹണം ചെയ്തു. കലഹിക്കുന്നവരിൽ നിന്ന് പോലും അവിടുന്ന് കപ്പം സ്വീകരിച്ചു. ദൈവമായ കർത്താവ് അവിടെ വസിക്കും. അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ദൈവമാണ് നമ്മുടെ രക്ഷ, നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ്. മരണത്തിൽ നിന്നുള്ള മോചനം ദൈവമായ കർത്താവാണ് നൽകുന്നത്. ദൈവം തന്റെ ശത്രുക്കളുടെ ശിരസ് തകർക്കും, ദുർമാർഗത്തിൽ ചരിക്കുന്നവരുടെ കേശാലംകൃതമായ നെറുക തകർക്കും. കർത്താവ് അരുളി ചെയ്തു, ഞാനവരെ ഭാഷാനിൽ നിന്നും തിരിച്ചു കൊണ്ടുവരും, സമുദ്രത്തിന്റെ അഗാധത്തിൽ നിന്നും ഞാനവരെ തിരിച്ചു വിളിക്കും. നിങ്ങൾ കാലുകൾ രക്തത്തിൽ കഴുകുന്നതിനും നിങ്ങളുടെ നായ്ക്കൾ അത് നക്കി കുടിക്കുന്നതിനും തന്നെ. ദൈവമേ, അങ്ങയുടെ ആഘോഷപൂർവമായ എഴുന്നള്ളത്ത് ദൃശ്യമായി എന്റെ രാജാവായി ദൈവം വിശുദ്ധ സ്ഥലത്തേക്ക് എഴുന്നള്ളുന്നത് തന്നെ. മുൻപിൽ ഗായകർ, പിറകിൽ വാദ്യക്കാർ, നടുവിൽ തപ്പുകൊട്ടുന്ന കന്യകമാർ. മഹാസഭയിൽ ദൈവത്തെ വാഴ്ത്തുവിൻ. ഇസ്രായേലിന്റെ ഉറവയിൽ നിന്നുള്ളവരെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഏറ്റവും നിസാരനായ ബെഞ്ചമിൻ മുൻപിൽ നടക്കുന്നു. പ്രഭുക്കന്മാരുടെ സംഘം, സെബൂലൂണിന്റെയും നഫ്താലിയുടെയും പ്രഭുക്കന്മാർ അതിനു പിന്നിൽ. ദൈവമേ, അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവമേ, അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ. ജെറുസലേമിലെ അങ്ങയുടെ ആലയത്തിലേക്ക് രാജാക്കന്മാർ അങ്ങേക്കുള്ള കാഴ്ചകൾ കൊണ്ടുവരുന്നു. ഞങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വന്യമൃഗങ്ങളെയും പശുക്കിടാങ്ങളോട് കൂടിയ കാളക്കൂറ്റന്മാരുടെ കൂട്ടങ്ങളെയും ശാസിക്കണമേ. കപ്പം കൊതിക്കുന്ന ജനതകളെ ചവിട്ടി മെരിക്കണമേ. യുദ്ധപ്രിയരായ ജനതകളെ ചിതറിക്കണമേ. ഈജിപ്തിൽ നിന്നും ഓട് കൊണ്ടുവരട്ടെ. എത്യോപ്യ ദൈവത്തിലേക്ക് വേഗം നീക്കട്ടെ. ഭൂമിയിലെ രാജ്യത്തിൽ ആകാശങ്ങളിൽ അനാദിയായ സ്വർഗങ്ങളിൽ സഞ്ചരിക്കുന്നതിന് തന്നെ അതാ അവിടുന്ന് തന്റെ ശബ്ദം ശക്തമായ ശബ്ദം മുഴക്കുന്നു. ദൈവത്തിന്റെ ശക്തി ഏറ്റുപറയുവിൻ. അവിടുത്തെ മഹിമ ഇസ്രായേലിന്റെ മേലുണ്ട്, അവിടുത്തെ ശക്തി ആകാശങ്ങളിലുണ്ട്. ഇസ്രായേലിന്റെ ദൈവമായ അവിടുന്ന് തന്റെ വിശുദ്ധ മന്ദിരത്തിൽ പീഡിതനാണ്. അവിടുന്ന് തന്റെ ജനത്തിന് ശക്തിയും അധികാരവും പ്രദാനം ചെയ്യുന്നു. ദൈവം വാഴ്ത്തപ്പെടട്ടെ. സങ്കീർത്തനം 76-ാം അധ്യായം. ദൈവം യൂദായിൽ പ്രസിദ്ധനാണ്, ഇസ്രായേലിൽ അവിടുത്തെ നാമം മഹനീയവുമാണ്. അവിടുത്തെ നിവാസം സാലമിലും വാസസ്ഥലം സിയോനിലും സ്ഥാപിച്ചിരിക്കുന്നു. അവിടെ വെച്ച് അവിടുന്ന് മിന്നൽ പോലെ പായുന്ന അസ്ത്രങ്ങളും പരിചയും വാളും എല്ലാ ആയുധങ്ങളും തകർത്തു കളഞ്ഞു. അങ്ങ് മഹത്വപൂർണനാകുന്നു. ശാശ്വത ശൈലങ്ങളെക്കാൾ അങ്ങ് പ്രതാപവാനാണ്. ധീരരുടെ കൊള്ള മുതൽ അവരിൽ നിന്നും കവർന്നെടുത്തു. അവർ നിദ്രയിലാണ്ടു. യോദ്ധാക്കൾക്ക് കൈയുയർത്തുവാൻ കഴിയാതെ പോയി. യാക്കോബിന്റെ ദൈവമേ, അങ്ങ് ശാസിച്ചപ്പോൾ കുതിരയും കുതിരക്കാരനും
നടുങ്ങി നിലം പതിച്ചു. അങ്ങ് പീഡിതനാണ്. അങ്ങയുടെ കോപം ഉദ്യോഗിച്ചാൽ പിന്നെ ആർക്ക് അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ കഴിയും? ആകാശത്തിൽ നിന്ന് അങ്ങ് വിധി പ്രസ്താവിച്ചു. നീതി സ്ഥാപിക്കാൻ, ഭൂമിയിലെ എല്ലാ പീഡിതരെയും രക്ഷിക്കാൻ അവിടുന്ന് എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയന്ന് സ്തംഭിച്ചുപോയി. മനുഷ്യന്റെ ക്രോധം പോലും അങ്ങേക്ക് സ്തുതിയായി പരിണമിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടുന്നവർ അങ്ങയുടെ ചുറ്റും ചേർന്ന് നിൽക്കും. നിങ്ങളുടെ ദൈവമായ കർത്താവിന് നേർച്ചകൾ നേരുകയും അവൻ നിറവേറ്റുകയും ചെയ്യുവിൻ. ചുറ്റുമുള്ളവർ പീഡിതനായ അവിടത്തേക്ക് കാഴ്ചകൾ കൊണ്ടുവരട്ടെ. അവിടുന്ന് പ്രഭുക്കന്മാരുടെ പ്രാണനെ ഛേദിച്ചു കളയും. ഭൂമിയിലെ രാജാക്കന്മാർക്ക് അവിടുന്ന് ഭയ കാരണമാണ്. ദൈവവചനമാണ് നാം കേട്ടത്. ഇസ്രായേൽ സമൂഹം മുഴുവൻ ഇസ്രായേൽ സമൂഹം മുഴുവൻ സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് കർത്താവിന്റെ നിർദ്ദേശമനുസരിച്ച് പടിപടിയായി യാത്ര ചെയ്ത് റെഫിദീമിൽ എത്തി പാളയമടിച്ചു. അവിടെ അവർക്ക് കുടിക്കാൻ വെള്ളമുണ്ടായിരുന്നില്ല. ജനം മോശയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തരിക എന്ന് പറഞ്ഞു. മോശ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിന് എന്നെ കുറ്റപ്പെടുത്തുന്നു? എന്തിന് കർത്താവിനെ പരീക്ഷിക്കുന്നു? ദാഹിച്ചു വലഞ്ഞ ജനം മോശയ്ക്കെതിരെ ആവലാതിപ്പെട്ട് ചോദിച്ചു, നീ എന്തിനാണ് ഞങ്ങളെ ഈജിപ്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നത്? ഞങ്ങളും കുട്ടികളും കന്നുകാലികളും ദാഹിച്ച് ചാകട്ടെ എന്ന് കരുതിയാണോ? മോശ കർത്താവിനോട് നിലവിളിച്ചു പറഞ്ഞു, ഈ ജനത്തോട് ഞാൻ എന്താണ് ചെയ്യുക? ഏറെ താമസിയാതെ അവർ എന്നെ കല്ലെറിയും. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഏതാനും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരുമൊത്ത് നീ ജനത്തിന്റെ മുൻപേ പോകുക. നദിയുടെ മേൽ അടിക്കാൻ ഉപയോഗിച്ച വടിയും കയ്യിലെടുത്തുകൊള്ളുക. ഇതാ നിനക്ക് മുൻപിൽ ഹോറബിലെ പാറമേൽ ഞാൻ നിൽക്കും. നീ ആ പാറയിൽ അടിക്കണം. അപ്പോൾ അതിൽ നിന്നും ജനത്തിന് കുടിക്കാൻ വെള്ളം പുറപ്പെടും. ഇസ്രായേൽ ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യത്തിൽ മോശ അങ്ങനെ ചെയ്തു. ഇസ്രായേൽക്കാർ അവിടെ വെച്ച് തലഹിച്ചിരുന്നതിനാലും കർത്താവ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് കർത്താവിനെ പരീക്ഷിച്ചിരുന്നതിനാലും മോശ ആ സ്ഥലത്തിന് മാസ എന്നും മെരീബ എന്നും പേരിട്ടു. പ്രഭാഷണ ദിവസം 38-ാം അധ്യായം. വൈദ്യനും രോഗശാന്തിയും. വൈദ്യനെ ബഹുമാനിക്കുക. നിനക്ക് അവനെ ആവശ്യമുണ്ട്. കർത്താവാണ് അവനെ നിയോഗിച്ചത്. വൈദ്യന്റെ ജ്ഞാനം അത്യുന്നതനിൽ നിന്നും വരുന്നു. രാജാവ് അവനെ സമ്മാനിക്കുന്നു. വൈദ്യന്റെ വൈഭവം അവനെ ഉന്നതനാക്കുന്നു. മഹാത്മാർ അവനെ പ്രശംസിക്കുന്നു. കർത്താവ് ഭൂമിയിൽ നിന്നും ഔഷധങ്ങൾ സൃഷ്ടിച്ചു. ബുദ്ധിയുള്ളവൻ അവയെ അവഗണിക്കുകയില്ല. അവിടുന്ന് വെള്ളത്തെ തടിക്കഷണം കൊണ്ട് മധുരീകരിച്ച് തന്റെ ശക്തി വെളിപ്പെടുത്തിയില്ലേ? മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് സിദ്ധികൾ നൽകി. അത് മുഖേന അവൻ വേദനയെ അകറ്റുകയും രോഗം സുഖമാക്കുകയും ചെയ്യുന്നു. ഔഷധ നിർമ്മാതാവ് അതുപയോഗിച്ച് മിശ്രിതമുണ്ടാക്കുന്നു. അവിടുത്തെ പ്രവൃത്തികൾക്ക് അന്തമില്ല. ഭൂമുഖത്ത് അവിടുന്ന് ആരോഗ്യം വ്യാപിപ്പിക്കുന്നു. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുകയും ഹൃദയത്തിൽ നിന്നും പാപം ചെയ്യുക. ബലിയും മരണാംശമായി നേർത്ത മാവ് സമർപ്പിക്കുക. കാഴ്ചവസ്തുക്കളിൽ കഴിവിനൊത്ത് എണ്ണ പകരുക. വൈദ്യന് അർഹമായ സ്ഥാനം നൽകുക. കർത്താവാണ് അവനെ നിയോഗിച്ചത്. അവനെ ഉപേക്ഷിക്കരുത്. അവനെ കൊണ്ട് നിനക്ക് ആവശ്യമുണ്ട്.
വിജയം വൈദ്യന്റെ കൈകളിൽ സ്ഥിതി ചെയ്യുന്ന അവസരമുണ്ട്. രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കുവാൻ അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി അവനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവിന്റെ മുൻപിൽ പാപം ചെയ്യുന്നവന് വൈദ്യസഹായം തേടേണ്ടി വരും. ദൈവവചനമാണ് നാം കേട്ടത്. Yes,